ബറാഅത്ത് രാവിന്റെ അന്ന് ദ്വാരനാ പോലും അല്ലാഹു സ്വീകരിക്കാത്തൊരു ടീമുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദ്വാരനാലും ഉത്തരം കൊടുക്കാത്തൊരു ടീമുണ്ട്. ആരാണത്? ഒന്ന് മുശാഹിന, മറ്റുള്ളവരോട് കുശുമ്പും കുറുമ്പും കൊണ്ട് നടക്കുന്നവൻ. ഇങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ ബറാഅത്ത് രാവ് ആകെ കൊളാവും അല്ലേ? ബറാഅത്ത് രാവിന്റെ അന്ന് ദ്വാരനാൽ അല്ലാഹു ഉത്തരം കൊടുക്കാത്ത, ബറാഅത്തിന്റെ അന്ന് ദ്വാരനാ പോലും ഉത്തരമില്ല എന്ന് പറഞ്ഞ ഒരു കക്ഷി മുശാഹിനാണ്. മൂമിനീങ്ങളോട് പിണക്കമുള്ളവൻ, മൂമിനീങ്ങളോട് കുറുമ്പും കുശുമ്പും കാണിക്കുന്നവൻ. നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാത്രി പുറകെ പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും മൂമിനോട് എനിക്ക് വെറുപ്പുണ്ടോ? ഒരു നാട്ടിൽ നിന്ന് പരിചയമുള്ളവരൊക്കെ എല്ലാവരോടും വെറുപ്പായിരിക്കും. വെറുപ്പില്ലാത്തവരെ കിട്ടാനായിരിക്കും പ്രയാസം. ഈ ബറാഅത്തിന്റെ രാവിന്റെ ഉത്തരമില്ലാത്ത വേറൊരു കക്ഷി, അല്ലാഹു തആല പുറത്തു കൊടുക്കാത്തവർ. മറ്റൊന്ന് പറഞ്ഞത് ആഖുല്ലി വാലിദൈൻ, ആഖുല്ലി വാലിദൈൻ. നാലാളുകളെ പറഞ്ഞിട്ടുണ്ട് പുറത്തു കൊടുക്കൂലോൽക്ക്. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, സ്വന്തം മാനി ബാപ്പാനി നോക്കാത്തവൻ. എത്ര വലിയവനാണെങ്കിലും ശരി, പടച്ചോന്റെ അടുത്ത് 5 പൈസന്റെ വിലവനില്ല. പെറ്റ ഉമ്മനെയും പോറ്റി വളർത്തിയ വാപ്പാനെയും നോക്കാത്തവന് 5 പൈസന്റെ വിലയില്ല പടച്ചോന്റെ. അവൻ നേരം വെളുക്കോളും സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു അവനെ ഒന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഇടം കണ്ണിട്ട് നോക്കുക. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നോട്ടം പോലും അവനിലേക്ക് ഉണ്ടാവില്ല. മാതാപിതാക്കളുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടേ നാളത്തെ രാത്രി ദ്വാരക്കാൻ ഒരുങ്ങിയിട്ട് കാര്യമുള്ളൂ. ഓലോട് ആദ്യം ഉണ്ടാവണം, അവരോട് നന്നായിട്ട് മതി ദ്വാരക്കാൻ. പിന്നെ ബറാഅത്ത് രാവിന്റെ അന്ന് പുറത്തു കൊടുക്കാത്ത വേറൊരു കക്ഷി മുസ്ബിലുൻ ലിസാരിഹി, ഞെരിയാണിയുടെ താഴെ മുണ്ടെടുക്കുന്നവൻ. അത് പാൻസ് ആണെങ്കിലും തുണിയാണെങ്കിലും എന്താണെങ്കിലും ഞെരിയാണിന്റെ താഴെ തുണി ഇറങ്ങുകയാണെങ്കിൽ ഞെരിയാണിയോട് ഒപ്പിച്ചുണ്ടാവാം. ഞെരിയാണിയുടെ താഴെ മുണ്ടിറങ്ങിയാൽ അവനെ അല്ലാഹു തആല സ്വീകരിക്കൂല, നോക്കൂല, മൈൻഡ് ചെയ്യൂല. നേരം വെളുക്കോളും സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കണം. എപ്പോഴോ അബദ്ധവശാൽ ഇറങ്ങിപ്പോയി, ശ്രദ്ധിക്കാതെ അങ്ങ് ഇറങ്ങിപ്പോയി, അതൊക്കെ വേറെ. മനഃപൂർവ്വമുള്ള കേസുകളെ കുറിച്ചാ പറഞ്ഞത്. അതായത് നമ്മൾ അങ്ങനെ തന്നെ ആ തുണി തന്നെ ഉടുത്തപ്പോ ഞെരിയാണിന്റെ മുകളിലായിരുന്നു, പിന്നെ അത് താഴോട്ട് ഇറങ്ങി അറിയാതെ ഇറങ്ങിപ്പോയി. അതിനൊക്കെ മാപ്പുണ്ട്. അതാണ് ഈ കിബറില്ലാത്തപ്പോൾ അതിന് കുറ്റമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ആരാണ് മറ്റൊന്ന് പറഞ്ഞത്? ഒരാളും കൂടെ മറ്റൊരു കക്ഷിയെ പറഞ്ഞത് മദ്യപിക്കുന്നവൻ, കുടി പതിവാക്കിയവൻ, അവനും മാപ്പില്ല. കൂട്ടിച്ച് മൂത്രമൊഴിച്ച് നടക്കണോ? ബറാഅത്ത് രാവിൽ ദുആ ചെയ്താൽ അല്ലാഹു മാപ്പ് തരൂല. പടച്ചോനെ, ബറാഅത്തിന്റെ അന്ന് പോലും ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞ പരിശുദ്ധമായ രാവിൽ പോലും ദുആരന്നാൽ ഉത്തരല്ലാത്ത കക്ഷിയാണ് കുടിച്ച് വയറ് തീപ്പയാക്കുന്നവനെങ്കിൽ, സുഹൃത്തെ, ഒരല്പ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ പിന്നെ മദ്യപിക്കോ? ഇന്നെല്ലാ രാജ്യത്തും, പണ്ടൊക്കെ ഉൾപ്രദേശങ്ങളിൽ ഇതൊക്കെ പറയാൻ അങ്ങനെ ഒരു പേടിയായിരുന്നു. പക്ഷേ ഇന്ന് എവിടെ, ഏത് ഗ്രാമത്തിലും കുഗ്രാമത്തിലും മദ്യക്കുപ്പികൾ സജീവമാണ്. മുസ്ലിം ചെറുപ്പക്കാർ ധാരാളം മദ്യപിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, അരുത്, പേടിക്കണം.